മാത്തുണ്ണി ഗോപി മാത്തുണ്ണി സുഖമാണോടാ? സുഖം തന്നെ. നിനക്കിപ്പോ ഇതാണോ ജോലി? എങ്ങനെയുണ്ടോ ജോലിയൊക്കെ? ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് എന്നെ ഒന്ന് കാണണം. തൽക്കാലം ഇതിരിക്കട്ടെ. വേണ്ടടാ വേണ്ട, നീ വെച്ചോ. ഇതിരിക്കട്ടെ. വേണ്ട, എനിക്കിപ്പോ പണിയുണ്ടല്ലോ. വരട്ടെ. ഇതിലൊന്നുമില്ല സാർ. ശരി വിട്ടോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. താഴെ ഇറങ്ങ. സാറ് ചാക്കുച്ചമ്മലോടിതാ. ആരായാലും എന്താ? താഴെ ഇറങ്ങടോ. ഇറങ്ങാനാ പറഞ്ഞത്. സ്റ്റോപ്പ്. Come on. താൻ എന്ത് ഭാവിച്ചാടോ ഈ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത്? ചാക്കോച്ചന്റെ ലോറിയാ താൻ കസ്റ്റഡിയിലെടുത്തത്. ചാക്കോച്ചന്റെ അല്ല, ഏത് ഒടയമ്പരാന്റെ ആയാലും അനധികൃതമായി സ്പിരിറ്റ് കടത്തുന്ന ലോറി കസ്റ്റഡിയിലെടുക്കാൻ നിയമമില്ലേ സാർ? ചാക്കോച്ചൻ ആരാണെന്നാ തന്റെ വിചാരം? പോലീസിന് മുകളിലും ആൾക്കാരുണ്ട്. പൊളിറ്റീഷ്യൻസ്, മിനിസ്റ്റേഴ്സ്, ഇവരുടെയൊക്കെ പിൻബലമുള്ള ആളാണ് ചാക്കോച്ചൻ. വെറുതെ പുലിവാലുണ്ടാക്കാതെ കസ്റ്റഡിയിലെടുത്തവരെ പറഞ്ഞേക്കെ. സോറി സാർ, കേസ് ചാർജ് ചെയ്തു പോയി. താൻ കൂടുതൽ സ്മാർട്ടാകാൻ നോക്കണ്ട. ആരംഭശൂരത്വം കാണിക്കാനാണെങ്കിൽ ഇവിടെ കുറെ തെളിയാത്ത കേസുണ്ട്. അതൊക്കെ ഒന്ന് തെളിയിക്കേ. ശ്രമിക്കാം സാർ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, വേണ്ടപ്പെട്ടവരെ നെഞ്ചി ചവിട്ടി നാട് നന്നാക്കാനാണ് ഭാവമെങ്കിൽ തനിക്ക് വലിയ ആയുസൊന്നും തോന്നുന്നില്ല. പേടിയില്ല സാർ, ഞാൻ ഇത്ര വർഷം ജീവിച്ചോളാമെന്ന് ആർക്കും മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിട്ടില്ല. താൻ ഒരു സീനിയർ ഓഫീസറോടാണ് സംസാരിക്കുന്നത് ഓർക്കണം. തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാനുള്ള സാറിന്റെ സീനിയോറിറ്റിയെ മാനിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. ഗോവിന്ദാസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഞാൻ ചാക്കോച്ചന്റെ അഡ്വക്കേറ്റ് എസ് മായാദേവി. സ്പിരിറ്റ് കേസിൽ അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാ ബെയിലോട്. സത്യശീലൻ സാർ, ആ ലോക്കപ്പിൽ കിടക്കുന്നവരെ ഇറക്കി വിടറോ? ശരി സാർ. താങ്ക് യു സർ. നോ മെൻഷൻ. കേസ് ചാർജ് ചെയ്തിട്ട് ഇപ്പോഴെന്തായിടോ പെമ്പിള്ളേരെ ഒന്ന് പുല്ലുപോലെ ഇറക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ? മായേ, എന്താ? ആരോടാ നിന്റെ ഈ പക തീർക്കൽ? മനസ്സിലായില്ല. സ്പിരിറ്റ് കേസിലെ പ്രതികളെ ജാമ്യത്തിലെടുത്ത് എന്നെ തോൽപ്പിച്ചു എന്നായിരിക്കുമല്ലേ ധാരണ? വളരെ ബുദ്ധിമുട്ടി അറസ്റ്റ് ചെയ്തവർ ഇറങ്ങി പോകുന്നത് കാണുമ്പോ തോറ്റുപോയെന്ന ധാരണ പലർക്കും ഉണ്ടാവും. സ്പിരിറ്റും ചാരായവും കച്ചവടം നടത്തുന്ന ചാക്കോച്ചനുമായിട്ട് നിനക്കെന്താ ബന്ധം? അധികാരം കൈ കിട്ടുമ്പോ ഇവിടെ ആരും ബന്ധങ്ങൾ നോക്കാറില്ലല്ലോ. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ എന്റെ ജോലിയാ ചെയ്തത്. മാത്രമല്ല, ചാക്കോച്ചന്റെ ലീഗൽ അഡ്വൈസറായ ശശികുമാറിന്റെ ജൂനിയറാ ഞാൻ.
ഇനി ചാക്കോച്ചനുമായി ബന്ധമുള്ള എല്ലാ കേസുകളിലും നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരേണ്ടി വരും. ഓഹോ, അപ്പൊ മത്സരിക്കാനുള്ള പുറപ്പാടാണല്ലേ? മത്സരബുദ്ധിയോടെ ജോലി ചെയ്യുന്നത് ആ ജോലിയോടുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥതയാ. സാറും ആത്മാർത്ഥമായി തന്നെ ജോലി ചെയ്യണം. ഞാൻ തോറ്റുവെന്ന് ധരിക്കണ്ട. അവസാനം ചാക്കോച്ചനെയും കൂട്ടരെയും ഞാൻ എങ്ങനെയെങ്കിലും അകത്താക്കും. നിങ്ങൾ അകത്താക്കുന്നവരെ എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. കാണാം. യെസ്. യെസ്, പോലീസ് സ്റ്റേഷൻ. ഏത് ഹോട്ടൽ? റൂംസ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യണം. ചെയ്തോളൂ സാർ. വരൂ, കമാ. ആ ഭാഗത്തുള്ള എല്ലാ റൂമുകളും സെർച്ച് ചെയ്യണം. ശരിയല്ലേ? ഈ മുറിയൊന്ന് തുറക്കണം. അതിനകത്ത് ആരുമില്ല സാർ, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നുണ്ട്. തുറക്കണോ? വേണ്ട, പുറത്തു നിന്നാ മതി. തനിക്ക് എന്താ ഇവിടെ കാര്യം? എല്ലാ കാര്യത്തിലും സാറിന് നല്ല സീനിയോറിറ്റി ആണല്ലോ. ഒരു സീനിയർ ഓഫീസറെ കാണണമെങ്കിൽ മൂന്നാംകിട വേശ്യാലയത്തിൽ വരേണ്ട ഗതികേട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വന്നല്ലോ സാർ. യൂണിഫോം ഇല്ലെങ്കിലും ഞാൻ നിന്റെ സീനിയർ ഓഫീസറാണെന്ന് മറക്കണ്ട. നീ എന്നെ വിരട്ടുന്നോ? ഇറങ്ങി പോടാ റാസ്കൽ. യെസ് സർ. നമ്മുടെ ഔദ്യോഗികമായ പദവികളൊക്കെ കുറച്ചു നേരത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോ സാറ് തോമസ് മാത്യുവും ഞാൻ ഗോപിനാഥനുമാണ്. വെറും സാധാരണ പൗരന്മാർ. തോമസ് മാത്യു എന്ന പൗരന് ആഭാസത്രം കാണിക്കാമെങ്കിൽ ഗോപിനാഥൻ എന്ന പൗരന് ഇങ്ങനെയും ചെയ്യാം. പുറത്ത് പോലീസുകാരുണ്ട്, തൽക്കാലം അവരിത് അറിയണ്ട. ആണക്കേട്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഹോട്ടലിൽ ഒരു പെണ്ണുമായിട്ട് കഴിയാന്ന് പറഞ്ഞാ അത് നമ്മൾ സദാചാരത്തിന് ചോദിച്ചാണോ? ഈ സംഭവം എങ്ങാനും പ്രതിപക്ഷം അറിഞ്ഞാ അവന്മാരെ അസംബ്ലി പൂരപ്പണമാക്കും. പഴയതുപോലെ അസംബ്ലി കിടന്ന് ഒച്ച വയ്ക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ തന്നെ പല മറുപടിയും ഉടുമുണ്ട് അഴിച്ച് കാണിച്ച് അങ്ങോട്ട് ഒതുക്കി കളയാ. പോട്ടെന്ന്. ആണുങ്ങളായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതെ, നമ്മളും ആണുങ്ങൾ തന്നെയാ. ഇയാൾക്ക് വേറെ വല്ല സ്ഥലത്തും കൊണ്ട് പോയിക്കൂടായിരുന്നോ? എന്നാ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുമോ? എടോ, തനിക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് കിടന്ന് കൂത്താടാമായിരുന്നില്ലേ? നമ്മ അവിടെ എന്തെല്ലാം അംഗം നടത്തിയിരിക്കുന്നു. ഒരുത്തനെങ്കിലും റെയ്ഡ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അഥവാ ചെയ്താൽ തന്നെ അവൻ അവിടുത്തെ ജീവനോടെ പുറത്തു കിടക്കുവോ? എന്നെ അപമാനിച്ചന് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ നമുക്ക് വലിയ തലവേദനയാകുന്ന ലക്ഷണമാണല്ലോ. ഇങ്ങനെ വരുന്നവന്മാരെ മുഴുവൻ സ്ഥലം മാറ്റാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെയെങ്കിലും അവനൊന്ന് കയ്യിലെടുക്കാൻ നോക്ക്. അവനെ നമ്മുടെ കസ്റ്റഡിയിൽ വരുത്താനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവനെ തനിച്ചൊന്ന് കാണണം. സർ, വെൽക്കം മിസ്റ്റർ ഗോപിനാഥൻ. സർ, സാറേ എന്നൊന്നും വിളിക്കണ്ട. നീ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ സാധാരണ പൗരനായ തോമസ് മാത്യു. കണ്ടില്ലേ യൂണിഫോം ഊരിയിട്ടിരിക്കുന്നത്? നമ്മൾ തമ്മിൽ ചെറിയ ഒരു കണക്ക് തീർക്കാനുണ്ട്.
ഒരു തമ്മ് തല്ലി ഡിപ്പാർട്ട്മെന്റിൽ ചീത്തപ്പേരുണ്ടാക്കി നോക്കണം. ഇവനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. എന്നാ നിന്റെ തലയിൽ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഒന്ന് അടങ്ങണോ? ചെറുപ്പത്തിന്റെ അഭിപ്രായം കൊണ്ട് പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്താ അത് മൂത്തവർ ക്ഷമിക്കണ്ടേ? നിങ്ങൾ എങ്ങനെ തുടങ്ങിയ ഈ നാട്ടിൽ ഞാനെങ്ങനെ സമാധാനം ഉണ്ടാക്കും? എന്തിനാ സാറേ വേണ്ടപ്പെട്ടവര് തമ്മിൽ ഈ വഴക്കും വക്കാനൊക്കെ? നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? കൊള്ളാം. എന്താ മോന്റെ പേര്? ഓ, ഗോപിനാഥൻ. ഈ ഗോപിനാഥനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. എവിടെയാണ്? അത് സാറിന് എസ്കോർട്ടായി ഞാൻ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലേ? MLA സാറേ, നമുക്ക് ഇവരുടെ പിണക്കൊന്ന് തീർക്കണ്ടേ? താനൊരു കുപ്പി സ്കോച്ച് ഇങ്ങോട്ട് എടുക്ക്. വരൂ. നമുക്ക് ഇവരുടെ പിണക്കം തീർത്ത് കളയാം. വാ ഗോപി. സോറി സർ. ഇവൻ നമുക്ക് പ്രശ്നമാകുന്നാ തോന്നുന്നത്. ഈ പ്രശ്നം ഇനി അധികം നാൾ നീണ്ടു നിൽക്കില്ല. നാളെ വിക്ടർ സോളമൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിക്ടർ സോളമനോ? അവൻ എന്റെ പയ്യന്മാരുടെ സംഘത്തിലെ നേതാവായിരുന്നു. ഈ ചെറുകിട വാറ്റുകാരെയൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്ന അവനാ. ഒരുത്തന്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞതുകൊണ്ട് അവൻ ജയിലിലായിരുന്നു. നാളെ അവൻ പുറത്തിറങ്ങും. ഏതായാലും നിന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കാൻ പോവുക. എന്താണ് സാർ? പിടിക്കേ, പറയാം. ഈ മദ്യ വ്യവസായം കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല വിക്ടറെ. പാർട്ടി ഫണ്ട്, ശിലാസ്ഥാപനം, സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പോലുള്ള പാർട്ടിക്കാര് ഉള്ള ലാഭത്തിന്റെ 3/4 പങ്കും തട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കിസ്തടയ്ക്കാനുള്ള പണം പോലും കയ്യിലുണ്ടാവാറില്ല. എന്ത് പറഞ്ഞാലും അവസാനം പാവപ്പെട്ട രാഷ്ട്രീയക്കാരുടെ അഞ്ചത്തോട് കയറിക്കും. എല്ലാ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും പരാതി പറഞ്ഞ് കേറി നിറങ്ങാനുള്ള പുറമ്പോക്ക് ഭൂമിയാണല്ലോ ഈ ഞങ്ങള്. ചാക്കോച്ചൊരു തമാശ പറഞ്ഞല്ലേ? എന്തോന്ന് തമാശ? പിള്ളേച്ചനൊന്നും മിണ്ടായിരിക്കേ. നിങ്ങൾ കാര്യത്തിലേക്ക് കിടക്ക്. ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പദ്ധതി ഞങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുക. എന്താണ് സാർ?